പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. സകലത്തെയും നടത്തുവാൻ, സകലത്തെയും നിവർത്തിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. മനുഷ്യർ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളെ തൻ്റെ വായിലെ ഒറ്റ വാക്കിനാൽ ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പലപ്പോഴും മനുഷ്യൻ്റെ ചിന്ത കൊണ്ട്, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട്, മനുഷ്യൻ്റെ ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പലതിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിനെ ചെയ്യാൻ സാധിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിനക്ക് വേണ്ടി വലിയവ ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവ് മതിയായവനത്രേ. യേശു കർത്താവിൻ്റെ ജന്മത്തോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു ദൂതത്രേ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതുവരെ ചരിത്രം നോക്കിയാൽ കന്യക ഗർഭിണിയായ ഒരു ചരിത്രവും കേട്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിഴലിടുമ്പോൾ ദൈവത്തിന് സകലവും സാധ്യമത്രേ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് പരിശുദ്ധാത്മശക്തിയാൽ മറിയയുടെ ഉദരത്തിൽ ഒരു ശിശുവിനെ ഉരുവാക്കുവാൻ സാധിക്കും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ സകലത്തെയും സാധ്യമാക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നാം ഇന്ന് പകൽക്കാലം വിശ്വസിക്കേണ്ട ഏറ്റവും വലിയൊരു വചനവും അതുതന്നെയാണ്. ഈ ദിവസങ്ങളിൽ നമുക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാം: എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. അസാധ്യമെന്ന്, നടക്കത്തില്ലെന്ന്, സാധ്യതയില്ലെന്ന്, ഒരു ചാൻസുമില്ലെന്ന് ലോകം പറഞ്ഞ സ്ഥാനത്ത് ദൈവം പറയുന്നു അവന് സകലവും സാധ്യമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, എന്നാൽ ഭൂമി പാഴും ശൂന്യവുമായി പോയി. പാഴും ശൂന്യവുമായി പോയ ഭൂമിയെ കൊള്ളാവുന്നതാക്കി മാറ്റിയത് ദൈവമത്രേ. അതിനുവേണ്ടി ദൈവം ചെയ്തത് തൻ്റെ പരിശുദ്ധാത്മാവിനെ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിക്കുമാറാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചപ്പോൾ, ഹല്ലേലൂയ, വേദപുസ്തകം പറയുന്നു, ഇല്ലാത്ത ഭൂമി ഉണ്ടായി വന്നു. ഭൂമിയുടെ മേൽ പരന്നു കിടന്ന വെള്ളത്തെ അവൻ വേർതിരിച്ചു. കര പൊങ്ങി വന്നു. അതുകൊണ്ട് വെള്ളവും തമ്മിൽ വേർപിരിഞ്ഞിട്ട് കര കാണായി വന്നു. ഇന്ന് രാവിലെ സമയത്തും വെള്ളത്താൽ മൂടപ്പെട്ട, ഹല്ലേലൂയ, ശത്രു മറച്ചു വെച്ച, ശത്രു വിടത്തില്ലെന്ന് പറഞ്ഞ, തരത്തില്ലെന്ന് പറഞ്ഞ് അടച്ചു വെച്ച ചില നന്മകളെ റിലീസ് ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി ഒരു നന്മയും മറച്ചു വെക്കത്തില്ല. മറിച്ച് അവൻ നന്മകളെ നമുക്ക് വേണ്ടി റിലീസ് ചെയ്യുന്ന ദൈവമത്രേ. ഈ പകൽക്കാലവും നന്മകൾ ലഭിക്കാതെ അതിന് മുടക്കം വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന നന്മകൾ, ശത്രു മറച്ച നന്മകളെ ദൈവം പുറപ്പെടുവിക്കും. ഈ രാവിലെ സമയത്ത് നമുക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാം: എന്നെ നന്നായിട്ട് അറിയുന്ന ദൈവത്തിന് ഒരു നന്മയും മുടക്കാൻ പറ്റത്തില്ല. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. ഇന്ന് പകൽക്കാലവും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതൽ, നീ നേരോടെ നടക്കുന്ന വ്യക്തിയാണോ? കർത്താവ് ഒരു നന്മയും നിനക്ക് വേണ്ടി മുടക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഒരു നന്മയ്ക്കും വിഘ്നം വരുത്തുവാൻ ദൈവം അനുവദിക്കാതെ ദൈവം നന്മയുടെ വാതിലുകളെ തുറന്നു തരും. ഈ രാവിലെ സമയത്തും നമ്മുടെയും പ്രാഗൽഭ്യവും നമ്മുടെയും ധൈര്യമത നന്മകളാൽ ദൈവം നിറയ്ക്കും. ദൈവം നന്മകളെ കൊണ്ട് നമ്മളെ അലങ്കരിക്കും. ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, സാധ്യതയില്ലെന്ന് പറഞ്ഞ പലതിനെയും നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമത്രേ. അവൻ്റെ നാമത്തിൽ, അവൻ്റെ വചനത്തിൽ നമുക്ക്
വിടുതലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നന്മകളെ മുടക്കാൻ, നന്മയ്ക്ക് തടയിടുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അവന് സകലവും സാധ്യമത്രേ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നന്മയെ മൂടിക്കളയാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കും. അസാധ്യതകളെ സാധ്യതയുള്ളതാക്കി മാറ്റുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കാര്യവും ഒരു ദൈവ പൈതലിന് അസാധ്യം ആകത്തില്ല. ഒരു പൈതലിനും ദൈവത്തിൻ്റെ നന്മകൾ ഹല്ലേലൂയ ഒരു തടസ്സമായി നിൽക്കത്തില്ല. ഈ രാവിലെ നമുക്കും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ മാനിക്കാം, ദൈവത്തെ ഉയർത്താം. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് ഉയർത്താം. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും കർത്താവിന് വിരോധമായി ചെയ്ത സകല പാപത്തെയും അങ്ങ് ക്ഷമിക്കണമേ. ക്രൂശിലെ രക്തം നമുക്ക് കാവലായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാവിലെ സമയത്ത് നമ്മുടെ വാക്കിനെ, പ്രവൃത്തിയെ നന്നായിട്ടറിയുന്ന കർത്താവിന് നമ്മെ നടത്തുവാൻ സാധിക്കും, നമ്മെ പരിപാലിക്കാൻ സാധിക്കും. അവൻ വിശ്വസ്തനായ ദൈവമത്രേ, വാക്കുമാറാത്ത ദൈവമത്രേ, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമത്രേ. നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, നിന്ദിക്കപ്പെടാൻ അനുവദിക്കരുതേ, പരിഹസിക്കപ്പെടാൻ അനുവദിക്കരുതേ. കൃപയാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.